പ്രധാനമന്ത്രി ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. അമേരിക്കൻ പ്രസിഡന്റ് ആരാ? കോട്ടയം. ഇത് കയ്യടിച്ചാൽ പറയുമ്പോ. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ നാടായ ചെമ്പിന് സമീപത്തുള്ള കാട്ടിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് 2 ലോക റെക്കോർഡും ഒരു ദേശീയ റെക്കോർഡും മേടിച്ചിട്ടുള്ള 2.5 വയസ്സുകാരനായ ഇസ്യാൻ മുഹമ്മദിൻ്റെ വീട്ടിൽ ജുനൈദ് മൻസിലിലാണ്. ഇസ്യാൻ മുഹമ്മദിൻ്റെ മാതാപിതാക്കളായ ജുനൈദ്, സുൽത്താന അവരുടെ ഒപ്പമാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. എല്ലാവർക്കും പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഈ അവാർഡ് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞു തന്നപ്പോൾ അതൊന്ന് കാണണം എന്നാഗ്രഹിച്ച ഒരുപാട് പേര്. എന്തൊക്കെയാണ് കുഞ്ഞ് പെർഫോം ചെയ്യുന്നതെന്നും അതൊന്ന് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് പ്രേക്ഷകർക്കും നമ്മൾക്കുമൊക്കെ ഒരു സന്തോഷമാകുമായിരുന്നു. ആള് 8 സെക്കൻഡിനുള്ളിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് A to Z ചൊല്ലും. പേരെന്താ? ഇസു, കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 14. ഏതൊക്കെയാണെന്ന് ഓർഡറിൽ പറഞ്ഞേ. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ABCDEFG HNJK LMNOP QRST UVWXYZ. വെരി ഗുഡ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാ? മോദി. ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. ഇസു, അമേരിക്കൻ പ്രസിഡന്റ് ആരാ? ട്രംപ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആരാ? ജോ ബൈഡൻ. പാകിസ്ഥാൻ പ്രസിഡന്റ്? ഓർക്കെ പറഞ്ഞേ. ഓക്കെ. ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? റഷ്യ. വെരി ഗുഡ്. സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റി. മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി? ഇന്ത്യ. വെരി ഗുഡ്. ലെസ് പോപ്പുലേറ്റഡ് കൺട്രി? പശ്ചിമ. അല്ല, ജനങ്ങൾ കുറവുള്ളത്? വത്തിക്കാൻ സിറ്റി. വെരി ഗുഡ്. ഇസു, റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? ഡസ്ബർഗ്. വെരി ഗുഡ്. പുവറസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? പൈസ ഇല്ലാത്തത്? സൗത്ത് സുഡാൻ. ഇതേതാ? സ്റ്റാർ. ഇതേതാ? ഓപ്പൻ. ഓപ്പൻ. ഓർക്കെ. ഓവൻ. ഇതേതാ? ഓർക്കെ പറയണേ. ഇതേതാ? ക്രോസ്. ഇതേതാ? സ്ക്വയർ. ഇത് ഉറക്കെ പറയണോ കേട്ടോ എല്ലാം. ഇതേതാ? സർക്കിൾ. വെരി ഗുഡ്. ഇതേതാ? സെമി സർക്കിൾ. ഓക്കെ. ഇതേതാ? ഡയമണ്ട്. ഓക്കെ. ഇതേതാ? സിലിണ്ടർ. ഓക്കെ. ഉറക്കെ. ഇതേതാ? ട്രയാങ്കിൾ. വെരി ഗുഡ്. ഇതേതാ? ഹാർട്ട്. ഇതേതാ? ഏരോ. ഓക്കെ. ചെണ്ടക്കാരൻ ചെണ്ടയെടുത്തു, ചെണ്ടക്കിട്ടൊരു കൊട്ട് കൊടുത്തു, ചെണ്ട മുതലേ തുടങ്ങി ഡിണ്ടക ഡിണ്ടക ടോം ഡി. അടുത്തതായി സ്റ്റേജിൽ ഇസിയാൻ മുഹമ്മദ് ഒരു ആക്ഷൻ സോങ്ങുമായി. ജോണി ഏ പപ്പ ഈച്ചി ഷുഗർ നോ പപ്പ ടെല്ലിനെ ഹ ഹ ഹ. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കുഞ്ഞിനൊരു മെമ്മറിയിൽ ഒരു കഴിവുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്? ആരാണത് കണ്ടെത്തിയത്? അത് ആദ്യം കണ്ടെത്തിയത് വൈഫ് തന്നെയാണ്. കാര്യം ചെറുപ്പത്തിൽ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഉറക്കാൻ നേരം ഓരോ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുമ്പോൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടി ആ ഒരു ഈണത്തിൽ തിരിച്ച് ഇങ്ങനെ ഒരു മൂളാനും പാടാനും ഒക്കെ തുടങ്ങി. അപ്പം അങ്ങനെ അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു സന്തോഷമായി. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ റെക്കോർഡിലേക്ക് എത്തിയത്.
ആൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിലിപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമല്ല, വീട്ടിൽ ഞങ്ങൾ ഉമ്മ, വാപ്പ, ഹസ്ബൻഡ്, ഞാൻ, കുട്ടി, ഞങ്ങൾ 5 പേരാണ്. അപ്പോൾ ഒരാൾ മാത്രമല്ല, ഞങ്ങൾ 4 പേരും ഒരുപോലെ ഇയാൾക്ക് ഏതൊരു കാര്യത്തിലാണ് ഇയാൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷേപ്സിൻ്റെ കാര്യം ഞങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ വെറുതെ നടന്നു പോകുമ്പോൾ ഉമ്മ ചോദിക്കും, പഠിച്ച കാര്യങ്ങൾ ചോദിക്കും, കുറച്ച് കഴിയുമ്പോൾ വാപ്പി ചോദിക്കും. അങ്ങനെ ഞങ്ങളെപ്പോഴും ഏത് കാര്യത്തിലാണോ ഇയാൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് ആ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും അതിനെ എല്ലാവരും സുൽത്താന നമ്മുടെ പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അധികം ശ്രദ്ധിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ എംപ്ലോയ്മെൻറ്റ് വഴി എങ്ങനെ ജോലി കിട്ടാം, അതുപോലെ സബ്സിഡി ആയിട്ടുള്ള ലോൺ എങ്ങനെ നേടാം, ചെറിയ നിക്ഷേപം, ഇങ്ങനെ ഇത്തരം പബ്ലിക്കിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സുൽത്താനയിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, പല മാതാപിതാക്കൾക്കും കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ടാവും. എല്ലാവരും നിങ്ങളെപ്പോലെ ഇങ്ങനെ കണ്ടെത്തണമെന്നില്ല. അപ്പോൾ അവർക്ക് ഈ രീതിയിലൊരു അച്ചീവ്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് വളരെ ചെറിയ രീതിയിലൊന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ആദ്യം ഞങ്ങൾ ഇവർക്കൊരു ഒഫീഷ്യൽ മെയിൽ അയച്ചു. അതിനുശേഷം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു അവരുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട്. ഒരു 10-15 ദിവസത്തിനുള്ളിൽ അവരുടെ റിപ്ലൈ വന്നു. അപ്പോൾ എന്തെന്നാണ് കുട്ടിയുടെ കഴിവ്, ഏതാണ് കുട്ടി ചെയ്തിരിക്കുന്നതെന്ന് ഒക്കെ അവർ ചോദിച്ചു. ഞങ്ങൾ അതിനുള്ള മെയിൽ തിരിച്ചു കൊടുത്തു, ഇന്ന സംഭവമാണ് കുട്ടി ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അയക്കാൻ പറഞ്ഞു. ഏത് കുട്ടികൾക്കൊരു കഴിവുണ്ടെങ്കിലും നമ്മൾ ഉടനെ ഇതിൻ്റെ ഒഫീഷ്യൽ രീതിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ വെബ്സൈറ്റ്, അവരുടെ മെയിൽ, അല്ലേ, അതായിരിക്കണം ചെയ്യാൻ.